Hello dear students, welcome to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Strategic Management, which is a core paper for semester 6 BCom Tax Procedure and Practices students under Kerala University. This is the 9th lecture of the series. In this lecture, we are discussing about the process of strategic management. The first process of strategic management is establishing strategic intent. Strategic intent is the end result that likely to be achieved by an organization in the near future. Establishment of strategic intent is the first step in the process of strategic management. It involves three major elements: vision, mission, and objectives arranged in a hierarchy. Vision represents what an organization would be in future. Mission is the fundamental unique purpose of an organization. Objectives are the end results which an organization strives to achieve in future. Strategic management's first process is establishing strategic intent. Strategic intent three elements are vision, mission, and objectives. അതൊരു ഓർഡറിൽ ഹൈറാർക്കി ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണോ ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ ആവേണ്ടത്, അതാണ് വിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ യുണീക്ക് പർപ്പസ് എന്താണോ, അടിസ്ഥാനപരമായി നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അതാണ് ഓർഗനൈസേഷൻ്റെ മിഷൻ. ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമ്മുടെ ഓർഗനൈസേഷൻ എന്തായി തീരണം, അതാണ് ഓബ്ജക്റ്റീവ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിനെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഇനിഷ്യൽ പ്രോസസ്സാണ്, ആദ്യത്തെ പ്രോസസ്സാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. ദെൻ സെക്കൻഡ് പ്രോസസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്. The second important step of strategic management process is the environment analysis. Every organization is a social system and it operates within the framework of various environmental factors. So, a change in these factors may favorable or unfavorable affect the working of an organization. Environmental analysis is concerned with close look on the environment in order to identify the benefits and threats associated with environmental changes. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനാൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന, അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഓരോ ഓർഗനൈസേഷനും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ ഈ ഫാക്ടേഴ്സ് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തേണ്ടതുണ്ട്. ഈ എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസേഷനിൽ എന്തൊക്കെ ത്രെട്ടുകളാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, അതിനെയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ അനാലിസിസിലൂടെയാണ്. ഇപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന ബെനഫിറ്റ്സിനെയും ത്രെഡ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ അനാലിസിസിൻ്റെ ഉദ്ദേശം. ഓർഗനൈസേഷണൽ അനാലിസിസ്. Organizational analysis is an analysis done to evaluate internal strength and weakness of the organization. Organizational analysis is inevitable for determining how an organization can take advantage of the opportunities and threats posed by the environment. Organizational strength and weakness also helps in the identifying the relevant environmental factors taken for detailed analysis. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആയിരുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ അനാലിസിസ്. ഓർഗനൈസേഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്തിനെയും വീക്ക്നെസ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ്. ഓർഗനൈസേഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനാലിസിസ് ആണ്. അത്
എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും എന്തൊക്കെ ത്രെഡ്സ് എൻവയോൺമെൻറ്റിൽ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഓർഗനൈസേഷണൽ അനാലിസിസിലൂടെയാണ്. നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഓർഗനൈസേഷന് തന്നെ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്താണ്, ഓർഗനൈസേഷൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളതാണ് ഓർഗനൈസേഷണൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓർഗനൈസേഷണൽ അനാലിസിസ് നടത്തി നമ്മൾ കണ്ടെത്തുന്നത്. ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. ഇൻ്ററാക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ with its environment in the light of its strength and weakness enabled to find opportunities and threats which will result in various strategic alternatives. This process may result in large number of alternatives through which an organization can relate itself to the environment. However, all alternatives cannot be chosen even if all of them produce the same result. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ നാലാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ ഈ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ്റെ ബേസിസിലായിരിക്കും. ഈ ഇൻ്ററാക്ഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സ്ട്രെങ്തിൻ്റെയും വീക്ക്നെസ്സിൻ്റെയും ഓപ്പർച്യൂണിറ്റിയുടെയും ത്രെഡ്സിൻ്റെയൊക്കെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ്, ഒരുപാട് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ലഭിക്കും. അതിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവിനെയും ചൂസ് ചെയ്യുന്നത്. ഏതൊരു ഓൾട്ടർനേറ്റീവ് എടുത്താലും എല്ലാ ഓൾട്ടർനേറ്റീവിനും ഒരേ റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെറ്റിൻ്റെയും ബേസിസിൽ എൻവയോൺമെൻറ്റൽ ഇൻ്ററാക്ഷൻസിനനുസരിച്ച് നമ്മൾ ഓരോ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സിനെയും ഫോർമുലേറ്റ് ചെയ്യുക, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. Once the alternatives are available, there is a need for the selection of right strategy. This is the stage of strategic decision process and all factors relevant for decision making are considered here. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിനെ, സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവിനെ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയെ സെലക്ട് ചെയ്യുന്നതാണ് അഞ്ചാമത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ സ്റ്റേജിൽ ഡിസിഷൻസ് എടുക്കുക. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി. ആഫ്റ്റർ ദ ഫൈനലൈസേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് സ്ട്രാറ്റജി by the higher level, the organization tries to convert the strategy into operationally effective actions. It is the stage at which the selected strategy is put into action. ആറാമത്തെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു, അതിനെ നമ്മൾ സെലക്ട് ചെയ്തു, ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് implementation of strategy. Then the last and seventh process of strategic management is strategic control. Strategic control is the last step in the strategic process. For effective implementation and consequent achievement of organizational objectives, it is necessary that there must be continuous monitoring of the implemented strategy so that suitable action can be taken whenever something goes wrong. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി പ്രോപ്പർ വേയിലാണോ ഫങ്ഷൻ ചെയ്യുന്നത്, എന്തെങ്കിലും റോങ് ആണ് എങ്കിൽ ആ സ്ട്രാറ്റജിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റി പുതിയ സ്ട്രാറ്റജിയെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതിൽ നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിനെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതിനെയാണ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത്. These are the 7 important steps or process or stages of strategic management. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.